3 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച നല്ലൊരു വീട്. ഒരു കോണ്ടംപററി ഡിസൈനിലാണ് വീട് വരുന്നത് ലൊക്കേഷൻ എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ മാറി പുഴുവേലിപ്പടിയിലാണ്. മെയിൻ ബസ് റൂട്ടിലേക്ക് വരുന്ന ദൂരം വെറും 300 മീറ്റർ മാത്രമാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്ന വീടിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു ബോക്സി ടൈപ്പ് എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് വലിയ ബാൽക്കണി കാണാം. 2 കവേർഡ് സ്പേസ് തന്നെയാണ്. ഇവിടെ സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചുള്ള ഒരു ഹാൻഡ് റെയിൽ വർക്ക് കാണാം. പെയിൻ ഗ്ലാസ് ആണ് അവിടെ നൽകിയിരിക്കുന്നത്. ഈ ബാൽക്കണിക്ക് മുകളിലായിട്ട് ലോവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഒരു സ്ക്വയർ ടൈപ്പ് ഡിസൈൻ വരുന്നുണ്ട്. അതിനകത്താണ് ജനൽ കൊടുത്തിരിക്കുന്നത്. താഴെയും അതുപോലെ തന്നെ ഒരു മോഡേൺ ഡിസൈനിൽ വരുന്ന ജനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഈ വില്ല വരുന്നത്. ഏകദേശം ഒരു 25ഓളം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിലുള്ള നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീടാണ്. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന റോഡാണ്. ഏകദേശം ഒരു 3.5 മീറ്റർ വിടുത്തുള്ള നല്ലൊരു റോഡ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മതിൽ, പ്ലെയിൻ മതിൽ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ടെക്സ്ചർ വർക്ക് കാണാം. ഇവിടെ ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് വീടിൻ്റെ മതിലിന് പുറത്തുകൂടി സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ GI ഷീറ്റിലും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഈ ഭാഗത്തൊരു ഫോൾഡിംഗ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ് നമുക്ക് പ്രവേശിക്കേണ്ടത്. ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് കാർ പോർച്ചാണ്. ഇവിടെ ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് നൽകിയിരിക്കുന്നത്. സിന്തറ്റിക് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. കിണർ ഇവിടെ നൽകിയിരിക്കുന്നു. അപ്പോൾ നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. കൂടാതെ KWA വാട്ടർ കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആവുന്നുണ്ട്. 2 വീലറുകളൊക്കെ വയ്ക്കാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ വീടിന് ചുറ്റും അത്യാവശ്യം സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരാൾക്ക് നടന്നു പോകുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. അവിടെ പോണ്ടേ കട്ടേ 3 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഒരു മനോഹരമായിട്ടുള്ള വീട്. ഒന്നുകൂടി അങ്ങനെ വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ ഫുൾ ബോഡി ടൈലാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു പില്ലർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടെക്സ്ചർ വർക്ക് നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്നു. നീളത്തിലാണ് ഈ സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ഈ കാർ പോർച്ചിൻ്റെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു പർഗോള ഡിസൈൻ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. വീടിൻ്റെ അകത്തേക്ക് പോകാം. അകത്തേക്ക് പോകുമ്പോൾ മെയിൻ ഡോർ ഇവിടെയാണ് വരുന്നത്. മെയിൻ ഡോർ നൽകിയിരിക്കുന്നത് മഹാഗണി വുഡിലാണ്. കട്ടിളകളെല്ലാം പാനലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ നല്ല ലിവിങ് സ്പേസാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്ന വീടുകളിൽ വെച്ച് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ ലിവിങ് സ്പേസാണ്. കൂടാതെ ഇതിൻ്റെ ഒരു പ്രീമിയം ലുക്ക് ഈ വീടിന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബാണ് അരികളായിട്ട് വരുന്നത്. ബോർഡർ വർക്കുകൾ ഇവിടെ കാണാം. ഇവിടെ TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു. താഴെ സ്റ്റോറേജ് സ്പേസ്. ഇവിടെ ഒരു ലെഡ്ജ് വരുന്നുണ്ട്. ഇവിടെ ക്യൂരിയോ ഷെൽഫും വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ ആ ഫ്രണ്ടിൽ നിന്ന് കണ്ട ജനലുണ്ട്, അതാണ് വരുന്നത്. ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ സ്വിച്ചുകളെല്ലാം വരുന്നത്. നല്ല ഭംഗിയുള്ള സ്വിച്ചുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. മുകളിൽ ഫോൾസീൽ വർക്കുകൾ സിമ്പിളായിട്ട് നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റിങ് സിലിണ്ടറിക്കൽ ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആർക്കി ഡ്രൈവ് കൊടുത്തിരിക്കുന്നു. ഈ ആർക്കി ഡ്രൈവ് കടന്ന് വരുന്നത് നമുക്ക് ഈ കാണുന്ന ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം നല്ല ഒരു സ്പേസ് തന്നെയാണ്, ഒതുങ്ങിയ ഒരു സ്പേസ് തന്നെയാണ് ഈ ഡൈനിങ് സ്പേസ്. ടേബിളൊക്കെ ഇടാൻ നമുക്ക് നടന്നു പോകാനുള്ള ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ഒരു തടസ്സമില്ലാത്ത രീതിയിൽ ഇവിടെ ഡൈനിങ് ടേബിൾ ഇടാവുന്നതാണ്. ഇവിടെ ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെയുള്ള പോൾഷീറ്റ് വർക്ക് പ്രൊഫൈൽ ലൈറ്റിങ് കൊടുത്തിട്ടുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഒഴിഞ്ഞു മാറി തന്നെ വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നു. സെറയുടേതാണ് ഈ വാഷ് കൗണ്ടർ. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ്. ഫുൾ ബോഡി ടൈലാണ് ഇതിൻ്റെ മുകളിലായിട്ട് വരുന്നത്. താഴെ വാനിറ്റി കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു മൊസൈക്കിൻ്റെ ഡിസൈനിലുള്ള ഒരു വാൾ ടൈലും കൊടുത്തിരിക്കുന്നു. കിച്ചൺ ഇതാണ് വരുന്നത്. കിച്ചണിൽ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ കാണാം. ഇവിടെ ഒരു ലൂവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോക്കറി
ഷെൽഫ്, വലിയ ഷെൽഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തായിട്ട് എഡിസൺ ബൾബ് 2 കാണാം. ഇവിടെയാണ് എൽ ഷേപ്പിലുള്ള കൗണ്ടർ ടോപ്പ് വരുന്നത്. സിങ്ക് വരുന്നത് മാറ്റ് ഫിനിഷിലാണ്. അതുപോലെ തന്നെ നല്ല ടാപ്പുകൾ വരുന്നുണ്ട്. ഈ ടാപ്പ് ഫിറ്റിങ്സുകളെല്ലാം വരുന്നത് സെറയുടേതാണ്. ഇവിടെ ഒരു കിച്ചൺ വിൻഡോ, ഇവിടെയും ഒരു കിച്ചൺ വിൻഡോ, താഴെയും മുകളിലും കബോർഡുകൾ വരുന്നുണ്ട്. വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇല്ല, കട്ട് ചെയ്തു. കിച്ചൻ്റെ വിശേഷം നമ്മൾ കണ്ടു. ഇനി നമുക്ക് പോകേണ്ടതും ആദ്യത്തെ ഒരു ബെഡ്റൂമാണ് താഴത്തെ നിലയിലുള്ളത്. അത് സ്റ്റെപ്പിനോട് ചേർന്നാണ് നൽകിയിരിക്കുന്നത്. വുഡൻ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബെഡ്റൂം. നല്ല ബെഡ്റൂം തന്നെയാണ് വരുന്നത്. അത്യാവശ്യം ഏകദേശം ഒരു 12 വലിപ്പമുള്ള നല്ലൊരു ബെഡ്റൂം. ഇതിന് ടൈലുകൾ നല്ല ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനിലുള്ള ടൈലുകളാണ് ലിവിങ് സ്പേസിലും ഡൈനിങ് ബെഡ്റൂമിലൊക്കെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ കബോർഡ്, വലിയ കബോർഡുകൾ നൽകിയിട്ടുണ്ട്. വലിയ ഭംഗിയുള്ള കബോർഡാണ്. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വർക്കിംഗ് ടേബിളും കുറച്ച് സ്പേസും കൊടുത്തിട്ടുണ്ട്. 2 3 വാളുകളുടെ ജനലുകളാണ് 2 വശത്തുമായിട്ട് കൊടുത്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റിങ് എല്ലായിടത്തും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനി അതിനെ കുറിച്ച് പറയുന്നില്ല. ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ് ഫൈബറാണ്. ഇതും ഒരു പ്രീമിയം ലുക്കിൽ വരുന്ന ബാത്റൂമാണ്. ഗ്ലോസി ഫിനിഷിലാണ് വാൾ ടൈലുകൾ നൽകിയിരിക്കുന്നത്. നമ്മുടെ ഫ്ലോറിൽ കണ്ട അതേ ടൈലുകളുടെ ചെറിയൊരു പാറ്റേണിൽ വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഷവർ. ഇവിടെ കൺസീൽഡ് ഫ്രഷ് ടാങ്കും വാൾ ഹാങ് ക്ലോസറ്റും സെറയുടേതാണ് എല്ലാ സാനിറ്ററി ഫിറ്റിങ്സുകളും വരുന്നത്. ഇവിടെ നമുക്കൊരു മിറർ കാണാം. അപ്പോൾ താഴത്തെ നിലയിൽ വിശേഷങ്ങളായി. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകണം. അതിന് മുമ്പ് നമുക്കിവിടെ ഈ വീടിൻ്റെ CCTV കണക്ഷൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അവിടെ ഇൻവേർട്ടറാണ്. CCTVയുടെ മോണിറ്ററാണ് ഈ കാണുന്നത്. ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത് വുഡിലാണ്. നല്ല റോസ് വുഡിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. താഴെ ആ ടൈല് നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ടില്ലേ, അതേപോലെയുള്ള ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ ഇവിടെ ഒരു വലിയ പർഗോള ചെയ്തിട്ടുണ്ട്. അത് അപ്പർ ലിവിങ് സ്പേസിലാണ്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ അപ്പർ ലിവിങ് സ്പേസാണ്. ഒരു ആ ലിവിങ് സ്പേസിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് യൂട്ടിലിറ്റി സ്പേസാണ്. 2 ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിലുണ്ട്. അവിടെ ബാൽക്കണി ഉണ്ട്. ഇത് യൂട്ടിലിറ്റി സ്പേസ് ഒന്ന് നോക്കാം. ഇതാണ് യൂട്ടിലിറ്റി ഏരിയ. ഫുള്ളി കവേർഡായിട്ടുള്ള ഒരു ഏരിയയാണ്. ഷീറ്റ് വർക്കാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് ടെറസിലേക്ക് പോകാനുള്ള സ്പേസാണ്. ടെറസിലേക്ക് പോകാം. ഈ ഭാഗത്ത് വയലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കാറ്റും വെളിച്ചമൊക്കെ ഉള്ളൊരു ഏരിയയിലാണ് ഈ വീട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് ഇവിടെ കാണാം. അതിവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ ബെഡ്റൂം ഇതാണ്. സെയിം ടൈപ്പ് ഡോറ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെഡ്റൂമുകൾ അത്യാവശ്യം നല്ല ബെഡ്റൂമുകളാണ്. ഇവിടെ ഒരു 3 പാളി, ഇവിടെ എലിവേഷനിൽ വരുന്ന 3 പാളി മോഡേൺ ഡിസൈനിൽ വരുന്ന ജനലാണ്. ഇതിൻ്റെ ആ ഫുൾ സീലിംഗ് വർക്ക് അവിടെ ഇവിടെയും എല്ലാം ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ ചെയ്തിരിക്കുന്നതായി കാണാം. ഇവിടെ കബോർഡ് ഒരുക്കിയിരിക്കുന്നു. നല്ല കബോർഡാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബാത്റൂം. ഇത് നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമാണ്. നേരെ നോക്കിയാൽ തന്നെ അറിയാം, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബാത്റൂം. ഈ ഭാഗത്ത് ഷവർ കൊടുത്ത് നമുക്ക് വെറ്റും ഡ്രൈയുമായിട്ട് ഇവിടെ വേണമെങ്കിൽ തിരിക്കാം. ഇവിടെ ക്ലോസറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു ബെഡ്റൂം കൂടിയുണ്ട്. പിന്നെ ബാൽക്കണി കൂടിയാണുള്ളത്. അടുത്ത ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഇതാണ് ബെഡ്റൂം. ഇതും ആ വലിപ്പം തന്നെയാണ് ബെഡ്റൂമിന് ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകൾക്കും 2 വശത്തും ജനലുകൾ കാണാം. അതുപോലെ തന്നെ വാർഡ്രോബ് എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട്. 3 പാളികളുടെ വാർഡ്രോബാണ്, മൾട്ടിവുഡിൽ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇതിവിടെ ബാത്റൂം കൊടുത്തിരിക്കുന്നു. എല്ലാ ബാത്റൂമുകളും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇവിടെ ജാഗ്വാറിൻ്റേതാണ് ടാപ്പ് ഫിറ്റിങ്സുകൾ കൊടുത്തിരിക്കുന്നത്. ക്ലോസറ്റ് സെറ എന്ന കമ്പനിയുടേതാണ്. അപ്പോൾ പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു പ്രീമിയം ബ്രാൻഡുകളൊക്കെ ഉപയോഗിച്ച് ചെയ്ത നല്ലൊരു വീടാണ്. ഇവിടെ ബാൽക്കണി സ്പേസാണ്. ബാൽക്കണി നല്ല ഭംഗിയുള്ള വലിയ ബാൽക്കണി തന്നെയാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബാൽക്കണി. മുകളിൽ ഷീറ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ വെള്ളം വീഴാൻ സാധ്യതയില്ല. അപ്പോൾ നല്ലൊരു ഏരിയയാണ്. ഇവിടെ ഹാൻഡ് റൈൽ നമ്മൾ പറഞ്ഞാണ് സ്റ്റീലും ആ പ്ലെയിൻ ഗ്ലാസും ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്.
3 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ലൊരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വീട് കുഴുവേലിപ്പടി എന്ന സ്ഥലത്താണ് വരുന്നത്. നമുക്ക് ഈ വിദ്യോദയ സ്കൂളിലേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അകലം ഉണ്ടാകും. ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററാണ് ദൂരം. മെയിൻ ബസ് റൂട്ടിലേക്ക് ഒരു 300-350 മീറ്ററൊക്കെ ആയിരിക്കും ഏകദേശ ദൂരം വരുന്നത്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട്. ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 70 ലക്ഷം രൂപ. പക്ഷേ നെഗോഷ്യബിളാണ്. വീട് കാണാനും വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.